ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് സുധീനെയും ചന്ദ്രനെയുമാണ്. അങ്ങനെ സുധിക്ക് ഭയങ്കര വിഷമം. എങ്കിലും അച്ഛമ്മ പറഞ്ഞ ആ സമ്മാനം എനിക്ക് നഷ്ടമായില്ലേ അമ്മേ, ഇനി എന്താ ചെയ്യുക എന്ന് പറയുമ്പം അതൊക്കെ നീ നേരത്തെ ഓർക്കണമായിരുന്നു സുധി. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ, ഇവിടെ ഇവിടെ ഒരു പേരക്കുഞ്ഞ് എനിക്ക് ജനിക്കണുണ്ടെങ്കിൽ ആ പേരക്കുഞ്ഞ് അത് നിന്റെ ആണ് ആദ്യം പിറക്കാൻ പോകുന്നത് എന്നൊക്കെ ഞാനും ആഗ്രഹിച്ചിരുന്നു. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, ഞാൻ അങ്ങനെ വിശ്വസിച്ചിരുന്നു. ഓ, ഇപ്പൊ അതൊന്നും നടന്നില്ലല്ലോ. ഏതായാലും അവളുണ്ടല്ലോ ആ അഹങ്കാരിക്ക ആ ഇത് കിട്ടാനുള്ള സമ്മാനം കിട്ടാനുള്ള ഭാഗ്യമുള്ളത് എന്ത് ചെയ്യാനാ. നിന്റെ വിധി ഇങ്ങനെ ആയി പോയല്ലോ എന്ന് പറഞ്ഞപ്പോ, അല്ലെങ്കിലും പണമുള്ളവർക്ക് ദൈവം വീണ്ടും 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 വാരിക്കോരി കൊടുക്കും. പണമില്ലാത്തവനെ ഇങ്ങനെ ദൈവം ഇട്ട് അനുഭവിപ്പിക്കും. എന്തിനാണോ ദൈവം ഇങ്ങനെ ഇട്ടേക്കുന്നത്. എന്നാലും എന്നാലും അത് മൊത്തം പോയല്ലോ. ആ സ്വത്ത് മൊത്തം ഇനിയിപ്പം വർഷയ്ക്കായിരിക്കുമല്ലോ. അല്ല, പണം ഉള്ളത് കൊണ്ട് ചിലപ്പം വർഷം അത് സ്വീകരിക്കില്ലായിരിക്കുമല്ലേ. പിന്നെ പണം ഉള്ളത് കൊണ്ട് സ്ഥലമൊന്നും സ്വീകരിക്കില്ലെന്ന് ആരാടാ പറഞ്ഞത്? ഇപ്പൊ സ്ഥലത്തിന് പൊന്നിന്റെ വിലയാ. അത് നല്ല ആദായമുള്ള സ്ഥലമാ കൊടുക്കാൻ പോകുന്നത്. അപ്പൊ അവള് വേണ്ടെന്ന് വെക്കുവോ? ഒരിക്കലും അവള് വേണ്ടെന്ന് വെക്കാൻ പോകുന്നില്ല. ഇത് അവക്ക് വിധിക്കപ്പെട്ടത് തന്നെയാ. ഇനി എന്ത് ചെയ്യാനാ? ഇതൊക്കെ കണ്ട് കൊതിച്ചോണ്ടിരിക്കുക, അല്ലാതെ പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എന്ത് പറഞ്ഞിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യാം, ഡിവോഴ്സിന്റെ കാര്യമൊക്കെ പെട്ടെന്ന് ശരിയാക്കാൻ നോക്കാൻ പറഞ്ഞപ്പം, ഡിവോഴ്സിന്റെ കാര്യം ശരിയാക്കാനോ? എന്തിന്? അല്ല, ശ്രുതിയുമായിട്ടുള്ള ഡിവോഴ്സിന്റെ കാര്യം അത് നീ ഓക്കെ ആക്കണ്ടേ? ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പര നടന്നാ മതിയോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, അമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ? ഓ, എന്ത് പറഞ്ഞാലും ലാസ്റ്റ് ഡിവോഴ്സ് ഡിവോഴ്സ് ഡിവോഴ്സ്. ഇപ്പൊ ഞാൻ ആകെപ്പാടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. അതിന്റെ കൂടെ ഇപ്പൊ ഡിവോഴ്സും കൂടെ കൊണ്ടുവച്ചിരിക്കുന്നത്. അമ്മ ഒന്നും മിണ്ടാതെ എവിടെ എങ്ങനെ പോയി ഏതെങ്കിലും മൂലയ്ക്ക് ഇരിക്കാൻ നോക്ക്, എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് ദേഷ്യം വന്ന് സുധി അങ്ങ് പോയപ്പോഴത്തേക്കും, എടാ, എന്റെ കൊക്കിന് ജീവനുള്ള കാലം അത്രയും അവളെയും കൂട്ടിക്കൊണ്ട് ഇവിടെ വരാന്നോ, അവളെ ഭാര്യയായിട്ട് സ്വീകരിച്ച് ഇവിടെ താമസിപ്പിക്കാന്നുള്ളൊരു മോഹം ഉണ്ടെങ്കിൽ വെറുതെയാടാ, അതൊന്നും നടക്കാൻ പോകുന്നില്ലടാ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വർഷ വന്ന് ഇറങ്ങുകയാണ്. ഡബിങ് സ്റ്റുഡിയോ എന്ന് വർഷ വന്ന് ചന്ദ്രോദയത്തെ വീട്ടുമുറ്റത്ത് ഇറങ്ങുമ്പോഴത്തേക്കും ആകെ മൊത്തം ലൈറ്റ് ഒക്കെ ഓഫ് ആയിട്ട് കിടക്കാം. എന്ത് പറ്റി? എന്താ ലൈറ്റ് ഒക്കെ ഓഫ് ആക്കി ഇട്ടേക്കുന്നത്? നമുക്ക് ഇങ്ങനെ ഓർക്കുക മനസ്സിലായി. ഓട്ടോക്കാരന് പൈസയും കൊടുത്തിട്ട് വീടിനകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും കൂടെ നമ്മുടെ വാതിലങ്ങ് തുറന്നത് ഫുള്ള് വെട്ടവും മറ്റേ എന്താ പറയാ മൊത്തം ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് കൺഗ്രാജുലേഷൻസ് വർഷ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും കൺഗ്രാജുലേഷൻസ്, അഭിനന്ദനങ്ങൾ ഞങ്ങൾ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്നിട്ട് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷ, ഇതെന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇതെന്താ സംഭവിച്ചത് ഇപ്പം എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും, എല്ലാം ഒളിപ്പിച്ച് വെച്ച് ഞങ്ങൾക്ക് സർപ്രൈസ് തരാൻ നോക്കിയതല്ലേ, ഇപ്പൊ നിനക്ക് സർപ്രൈസ് ആയില്ലേ. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഞങ്ങൾ സർപ്രൈസ് തന്നില്ലേ എന്ന് പറയുമ്പോ, രണ്ടുപേർക്കുമോ? ഏത് രണ്ടുപേർക്കും? എനിക്ക് മനസ്സിലാവുന്നില്ല രേവതി അടുത്തി എന്ന് പറഞ്ഞപ്പോ, നിനക്ക് മനസ്സിലാവുന്നില്ലല്ലേ? നിന്നെ നോക്കി ഡോക്ടറുടെ വീട്ടിൽ നിന്ന് ഞാൻ പോയായിരുന്നു. അപ്പോഴാ ഞാൻ സത്യങ്ങളൊക്കെ അറിഞ്ഞത്, നീ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം. എടീ കൊച്ചു കള്ളി, നീ മറച്ചു വെച്ചില്ലേടി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്ത്, അവളെ നിങ്ങളോട് മാത്രമല്ല മറച്ചു വെച്ചത്, ഭർത്താവായ എന്നിൽ നിന്ന് മറച്ചു വെച്ചില്ലേ എന്ന് പറഞ്ഞ് ശ്രീകാന്ത് എന്ത് ചെയ്തു, നമ്മുടെ വർഷേനെ എടുത്ത് പൊക്കി കറക്കിയപ്പോഴത്തേക്കും വർഷം വീട് ശ്രീകാന്ത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ സച്ചി ആണെങ്കിൽ, അവൻ കറക്കട്ടെ, അവനല്ലേ നിന്നെ എടുത്ത് ഇപ്പം കറക്കേണ്ടത്, അല്ലെങ്കിലും ഇത് ഇങ്ങനെയൊക്കെ തന്നെയാ, ഞാൻ സിനിമകളിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളതാ. അപ്പൊ സിനിമയിൽ മാത്രമല്ല, യാഥാർത്ഥ്യമായിട്ട് ഇങ്ങനെ സംഭവിക്കുമല്ലേ എന്ന്. അപ്പൊ രേവതി നോക്കി സച്ചിനെ ഒരു ചിരിയും ചിരിച്ചു. ഏതായാലും ഇത് കണ്ടുകൊണ്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഒത്തിരി കറക്കി കഴിഞ്ഞപ്പോഴത്തേക്കും, അവളെ ഇങ്ങനെ കറക്കാതെ അവളുടെ വയറ്റിലൊരു കുഞ്ഞുണ്ടറാ എന്ന് നമ്മുടെ രവീന്ദ്രനും പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് വർഷനെ താഴെ ഇറക്കി കേട്ടോ. അപ്പോഴത്തേക്കും വർഷയോട് ചോദിച്ചത്, എന്താടി കള്ളി നീ ഞങ്ങളോട് പറയാതിരുന്നത്, എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പം വർഷയോട് സീരിയസ് ആയിട്ട് തന്നെ ചന്ദ്രൻ ചോദിച്ചു, എന്തുകൊണ്ട് ഇത്രയും ദിവസമായിട്ടും നീ ഞങ്ങളോട് പറഞ്ഞില്ല, കാരണം എന്താന്നാ ചോദിച്ചത് എന്ന് വർഷയോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് ചന്ദ്ര ചോദിച്ചപ്പോഴത്തേക്കും വർഷ പറഞ്ഞു, അത് പിന്നെ ഞാൻ പറയാതിരുന്നതേ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ്. പിന്നെ എന്റെ ബർത്ത്ഡേ വരാൻ പോവല്ലേ, അപ്പം അന്ന് ഞാനിത് എല്ലാവരുടെയും മുമ്പിൽ പറയാന്ന് ഓർത്തു. മാത്രമല്ല അന്ന് എന്റെ അച്ഛനും അമ്മയും അതുപോലെ അച്ഛമ്മയും ഒക്കെ വരില്ലേ ഇവിടത്തെ, എല്ലാവരോടും ഒരുമിച്ച് നല്ലൊരു സർപ്രൈസ് കൊടുക്കാന്ന് ഓർത്തിട്ടാ ഞാൻ ഇതൊന്നും പറയാതിരുന്നതെന്ന് പറഞ്ഞു. ഏതായാലും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും, സർപ്രൈസ് തരാനായിരുന്നല്ലേ. ഏതായാലും നിന്റെ സർപ്രൈസ് പൊളിച്ച് ഞങ്ങള് കയ്യിൽ തന്നില്ലേ. ഇനിയിപ്പം ഈ വീട്ടിലൊരു കുഞ്ഞിക്കാല്. ഉയ്യോ,
എന്റെ ദൈവമേ, എത്ര നാളത്തെ ആഗ്രഹമാ ഈ വീട്ടില് ഇങ്ങനെ കിലിങ്ങി 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 ഓടി നടക്കുന്ന ഒരു കുട്ടി വരാൻ പോവല്ലേ. അത് അത് നമ്മുടെ ശ്രീകാന്തും വർഷയും കൂടി അല്ലേ സമ്മാനിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി എന്ത് ചെയ്തു, നിനക്ക് ഇരിക്കട്ടടാ ഒരു ഉമ്മ, നീ ആടാ പൊളിച്ചത്, നീ പൊളിച്ചട കലക്കിടാന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്തിനെ ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ട് അങ്ങ് സച്ചി മാറുന്നു. അപ്പോഴത്തേക്ക് രേവതി ഏതായാലും കൊള്ളാം ശ്രീകാന്ത്, സൂപ്പർ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി എന്ത് ചെയ്തു, ഒരു കൈയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. ഏതായാലും ഈ സമയത്ത് സച്ചി പറഞ്ഞു, അതെ നീ ലഡു മേടിച്ചില്ലായിരുന്നോ രേവതി, അതിങ്ങ് പോയി എടുത്തോണ്ട് വന്നേന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ എടുത്തോണ്ട് വരാം, ഈ സന്തോഷത്തിന്റെ ഇടയിൽ അത് മറന്നുപോയി സച്ചേട്ടാന്ന് പറഞ്ഞ് ലഡു എടുക്കാൻ പോയി. ലഡു എടുത്തോണ്ട് വന്ന് എല്ലാവർക്കും വിതരണം ചെയ്യുക. അയ്യോ, നമ്മുടെ വർഷയുടെ ചങ്ക് ടക്ക് 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 എന്ന് പറഞ്ഞ് ഇടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോ ഇത് നിസ്സാരമല്ലല്ലോ കളയുക എന്നുള്ളത്. ഇനിയിപ്പം കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും അറിയുകയും ചെയ്യത്തില്ലേ, എന്ത് ചെയ്യുന്നറിയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. അങ്ങനെ ലഡു കൊടുത്തു. ചന്ദ്ര ലഡു കൊടുത്ത ഉടനെ തന്നെ നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു, അത് പിന്നെ ദേ ബാലചന്ദ്രൻ അല്ല, സോറി രവീന്ദ്രൻ, ബാലചന്ദ്രൻ രവീന്ദ്രനൊക്കെ കുഴഞ്ഞു മറിഞ്ഞു പോവാണല്ലോ എന്റെ ദൈവമേ. നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അതെ ഷുഗർ ആണ്, നോക്കി കഴിച്ചോന്ന് പറഞ്ഞപ്പോ, ഇന്ന് എന്തു ഷുഗർ അച്ഛാ, അമ്മ കഴിച്ചോ, അമ്മ ഇന്ന് മധുരം വയറു നിറച്ചു കഴിച്ചാൽ ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഈ സമയത്ത് നമ്മുടെ വർഷ നിന്ന് കരയുവാണ്. വർഷയ്ക്ക് ഭയങ്കര വിഷമം. അപ്പം വർഷയുടെ അടുത്ത് രേവതി ചെന്നിട്ട്, എന്താ മോളെ നീ കരയുന്നെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, അത് പിന്നെ ഒന്നുമില്ല ചേച്ചി, ചുമ്മാതെ കരയുന്നു. ചുമ്മാതെ എന്തിനാ കരയുന്നത്? അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അത് പിന്നെ സന്തോഷം കൊണ്ടല്ലാതെ എന്ത് കണ്ണുനീര് വരാനാ ഇപ്പം, അവള് കരയട്ടേന്ന്, സന്തോഷം കൊണ്ടല്ലേ എന്ന്. ഏതായാലും ഈ സമയത്ത് വർഷ റൂമിലേക്ക് കയറി പോവുകയും ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് പതുക്കെ ശ്രീകാന്തും പുറകെ ചെന്നു. ഏതായാലും ശ്രീകാന്തിന് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് പിടികിട്ടിട്ടോ. ഇത്രയും ദിവസം എന്തിനാണ് നമ്മുടെ വർഷ ശ്രീകാന്തിനോട് ദേഷ്യപ്പെട്ടതെന്നും നമ്മുടെ വർഷ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളെല്ലാം എന്തിനായിരുന്നു ഒക്കെ നന്നായിട്ട് ശ്രീകാന്തിന് അങ്ങോട്ട് മനസ്സിലായി. അങ്ങനെ ശ്രീകാന്ത് വർഷയോട് പറഞ്ഞു, അത് പിന്നെ വർഷേ, എനിക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടുന്നുണ്ട്. നീ ഇത്രയും ദിവസം ഇവിടെ കിടന്ന് കാണിച്ചു കൂട്ടിയ കാര്യങ്ങളെല്ലാം ഇതിനായിരുന്നല്ലേ. നിനക്ക് ഈ കുട്ടിയെ കിട്ടുന്നതിൽ വലിയ സന്തോഷമില്ലെന്ന് എനിക്കറിയാം. കാരണം നിനക്ക് പ്രസവിക്കാൻ പേടിയാണല്ലോ. എങ്കിലും നീ ഇങ്ങനെ ഒരു പെണ്ണായി പോയല്ലോ വർഷം, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നിനക്ക് പേടി എന്നൊക്കെ കരുതുന്നുണ്ട്, നീ പറയുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഒരു കുഞ്ഞു വയറ്റിൽ ജനിച്ചാല് ഒരു അമ്മയുടെ ആ ഒരു ഇത് നിനക്ക് ഉണ്ടാകും. ഒരു അമ്മ ഒരു കുഞ്ഞിനെ സേഫ് ആക്കാനല്ലേ നോക്കത്തുള്ളൂ. എങ്കിലും എന്താടി വർഷം നീ ഇങ്ങനെയായി പോയത്? നമ്മുടെ കുഞ്ഞല്ലേടി, നമ്മുടെ രണ്ടുപേരുടെയും സ്വന്തം കുഞ്ഞിനെ എങ്ങനെയാടി നിനക്ക്? നീ ഒന്ന് പപ്പായ ജ്യൂസ് കുടിച്ചതും രാത്രി 12 മണിക്കും 2 മണിക്കൊക്കെ കിടന്ന് ഡാൻസ് കളിച്ചതും ഒക്കെ ഈ കുഞ്ഞിനെ കളയാൻ വേണ്ടിയായിരുന്നല്ലേ. എന്ത് ക്രൂര മനസ്സാ വർഷേ നിന്റെന്ന്. ഇത് കേട്ടതും, അത് പിന്നെ ശ്രീകാന്ത്, എന്റെ മനസ്സ് ക്രൂര മനസ്സായിട്ടൊന്നും അല്ല ശ്രീകാന്ത്, എനിക്ക് പേടിയാ. ഞാൻ ഈ കുഞ്ഞിനെ പ്രസവിച്ച ഞാൻ ചത്തുപോകും ശ്രീകാന്തെ. ഓ പിന്നെ കുഞ്ഞിനെ പ്രസവിക്കുന്നവരെല്ലാം ചത്തുപോകുമല്ലേ? എന്ത് പൊട്ടത്തരവാ, വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തവര് പറയുന്നത് പോലെ നീ കിടന്ന് പറയുന്നത് വർഷേ. ആര് പറഞ്ഞു ഒരു കുഞ്ഞിനെ പ്രസവിച്ചാൽ മരിച്ചു പോകുന്ന? അല്ലെങ്കിലും ഏതൊരു പെണ്ണാടി ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ ആഗ്രഹിക്കാത്തത്? എത്ര പേരൊരു കുഞ്ഞിനെ കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ? അതൊക്കെ മറന്നിട്ട് നീ എന്താ വർഷം ഈ കാണിക്കുന്നത്? സാധാരണ ഒരു സ്ത്രീ പ്രസവിക്കാൻ ഏറെ കൊതിക്കും. ആ വേദന ഒരു സുഖകരമായ വേദന തന്നെയാണ്. ആ വേദന ആ കുഞ്ഞിന്റെ മുഖം കാണുമ്പോൾ മറക്കും എന്നൊക്കെ ഞാനും ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്നിട്ട് നീ എന്തിനായിരുന്നു പക്ഷേ നീ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ? നീ ഒരു ക്രൂരയായ ഒരു സ്ത്രീ ആയി പോയി. ഒരു ജീവനെയല്ലേ നീ നശിപ്പിച്ച് കളയാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ജീവനെയല്ലേ നീ കൊല്ലാൻ വേണ്ടി നോക്കുന്നത് എന്നൊക്കെ. ഇത് കേട്ടതും ശ്രീകാന്തെ ഒന്ന് നിർത്തുന്നുണ്ടോ? എനിക്ക് ഇതിനോട് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നും അല്ല, എന്റെയും ശ്രീകാന്തിന്റെയും കുഞ്ഞാണെന്നൊക്കെ എനിക്കറിയാം. പക്ഷെ എനിക്ക് പറ്റത്തില്ല ഈ കുഞ്ഞിനെ പ്രസവിക്കാനായിട്ട്. അങ്ങനെ പ്രസവിച്ചാലേ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിയാ ശ്രീകാന്തെ. ഓഹോ, അപ്പൊ നിനക്ക് നിന്നോട് മാത്രമേ ഉള്ളൂ സ്നേഹമല്ലേ? നിന്റെ വയറ്റിൽ വളരുന്ന നമ്മളുടെ കുഞ്ഞിനോട് സ്നേഹമില്ലല്ലേ? ഞാൻ പറഞ്ഞു ശ്രീകാന്തെ, എനിക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, എനിക്ക് പേടിയായിട്ട് തന്നെയാ. ഇല്ല, എനിക്ക് ഒരിക്കലും പറ്റില്ല പ്രസവിക്കാനായിട്ട്. അതിനുള്ള അതിനുള്ള കെൽപ്പൊന്നും എനിക്കില്ല ശ്രീകാന്ത്, എനിക്ക് പ്രസവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങിയില്ലേ. ഏതായാലും ഈ സമയത്ത് അത് പിന്നെ ശ്രീകാന്ത്, നമുക്കൊരു കാര്യം ചെയ്യാം, ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമുക്ക്. ഓഹോ, അപ്പൊ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്റെ കുഞ്ഞിനെ നിനക്ക് കൊന്നു കളയാനുമല്ലേ? ഓ, നീ ആരാടി? നിനക്ക് എങ്ങനെയാണ് നിനക്ക് ഇത് പറയാൻ തോന്നുന്നു? നീ ഒരു ഡെവിളായി പോയല്ലോടി എന്നൊക്കെ ഇങ്ങനെ പറയാ നമ്മുടെ ശ്രീകാന്ത്. മതി ശ്രീകാന്ത്, ഇനിയൊന്നും പറയരുത്, ഞാൻ കാല് പിടിക്കാൻ. ഞാൻ ഹൃദയം ഇല്ലാത്തവളൊന്നും അല്ല. ഞാൻ ചെയ്യുന്നത് കൊടും പാപമാണെന്ന് എനിക്കറിയാം. പക്ഷെ വേറെ വഴിയില്ലാത്തത് കൊണ്ടല്ലേ ശ്രീകാന്ത് ഞാൻ ഇതൊക്കെ പറയുന്നത്. എനിക്ക് പേടിയാ, സത്യമായിട്ടും എനിക്ക് പേടിയാ. വേദന സഹിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ,
ഞാൻ മരിച്ചു പോവും. അതാ ഞാൻ ഇങ്ങനെയൊക്കെ. ശ്രീകാന്തെ, പ്ലീസ് ശ്രീകാന്തെ, എന്നെ തെറ്റിദ്ധരിക്കരുത്. പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞതിൽ പിന്നെ ഞാൻ ഉറങ്ങിയിട്ടില്ല. നേരെവണ്ണം ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. പറ്റണില്ല, എനിക്ക് ഒന്നിനും പറ്റണില്ല. ഡംപ് ചെയ്യാൻ പോലും പറ്റണില്ല. ഇങ്ങനെ പോയാല് അധിക നാള് ഞാൻ ശ്രീകാന്തിന്റെ ഒപ്പം ഉണ്ടാവില്ല. ഞാൻ മരിച്ചു പോകും. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് വന്നിട്ട്, എന്തോ പക്ഷെ നീ പറയുന്നത്, ഒന്നും സംഭവിക്കത്തില്ല, നീ ഇങ്ങനെയൊന്നും പറയല്ലേ, ഇതൊക്കെ നിന്റെ തോന്നലാ. നീ നീ സമാധാനായിട്ടിരിക്കുക. നീ ഇത്രയൊക്കെ ചെയ്തിട്ടും കുഞ്ഞിന് ഒന്നും സംഭവിക്കാത്ത തന്നെ ഭാഗ്യം. ദൈവമുണ്ട് കൂടെ. ആ കുഞ്ഞ് ഈ ലോകത്ത് പിറക്കണമെന്ന് തന്നെയാന്നേ. നിനക്ക് അമ്മയാകാനുള്ള ഭാഗ്യവും എനിക്ക് അച്ഛനാകാനുള്ള ഭാഗ്യവും ഒക്കെ ഉണ്ട്. ദൈവം വിധിച്ചത് ആർക്കും ഇല്ലാതാക്കാൻ പറ്റത്തില്ല. അത് പിന്നെ ശ്രീകാന്തെ, അമ്മയാകാനും അച്ഛനാകാനൊക്കെ വേറെ എത്രയോ വഴികളുണ്ട്. നമുക്ക് ഈ വഴി സെലക്ട് ചെയ്യണോ വേണ്ട, നമുക്ക് അതില് ഏതെങ്കിലും ഒരു വഴി നോക്കിയാ പോരെ. എനിക്കാണെ വേദന സഹിക്കാൻ പറ്റില്ല. ഞാൻ പ്രസവിക്കത്തുമില്ല ശ്രീകാന്തെ. നമുക്ക് 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 ഞാൻ പറഞ്ഞതുപോലെ ചെയ്യാം. നിർത്ത്. ഞാൻ പറഞ്ഞല്ലോ. നിനക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? ഇതുവരെ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ ആഗ്രഹിക്കാത്ത പെണ്ണുങ്ങൾ ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ല. നിനക്ക് ബോധവും ഇല്ല, വെളിവും ഇല്ല. നമ്മുടെ കുഞ്ഞിനെ നമുക്ക് വേണം വർഷേ. നമുക്കതിനെ വളർത്തണം, നമ്മുടെ കുഞ്ഞായിട്ട്, നമ്മുടെ രക്തത്തിൽ പിറന്ന് നമ്മുടെ കുഞ്ഞായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്ത് വർഷനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് കേട്ടോ. വർഷയാണെങ്കിൽ കരച്ചിലോട് കരച്ചില്. എന്ത് ചെയ്യാനാപ്പ. ഏതായാലും ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് രവീന്ദ്രന് സന്തോഷം സഹിക്കാൻ വയ്യാതെ നേരെ പാതിരാത്രി തന്നെ വിളിക്കുകയാണ് കേട്ടോ അച്ഛമ്മേനെ. ഏതായാലും അച്ഛമ്മ ഫോൺ എടുത്തിട്ട്, ഹലോ എടാ, കിടക്കാൻ നേരം നിന്നെ വിളിക്കാന്ന് കരുതിയതാ, അപ്പോഴാ നീ ഇങ്ങോട്ട് വിളിച്ചത്. അത് പിന്നെ എങ്ങനെ വിളിക്കാതിരിക്കും. അതെ, ഞാനൊരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി വിളിച്ചതാ. സന്തോഷ വാർത്തയോ? എന്ത് സന്തോഷ വാർത്ത? എന്താ കാര്യം? അത് പിന്നെ വേറൊന്നുമല്ല. അപ്പോഴത്തേക്ക് ഞാനാന്നല്ല, സോറി. അപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു ഞാൻ പറയാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു ഞാൻ പറയാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു നിങ്ങൾ ആരും പറയണ്ട, ഞാൻ പറഞ്ഞോളാന്ന് പറഞ്ഞിട്ട്, അതെ, നമ്മുടെ മക്കൾക്കും മരുമക്കൾക്കും വേണ്ടി അമ്മ ഒരു മത്സരം വെച്ചിരുന്നില്ലേ? ആ മത്സരത്തിലെ നമ്മുടെ ശ്രീകാന്തും വർഷയും വിജയിച്ചു. ഞാൻ മത്സരം വെച്ചെന്നോ? എപ്പ മത്സരം? എന്ത് മത്സരം? അയ്യോ, അമ്മ അത് മറന്നോ? ശേ, ദേ ശ്രീകാന്തും വർഷയും അച്ഛനും അമ്മയും ആകാൻ പോകുന്നു. ഇപ്പൊ ഓർക്കുന്നുണ്ടോ മത്സരം? ആ, ആഹാ, ആഹാ, ഞാൻ ഓർക്കുന്നു മക്കളെ. അയ്യോ, അപ്പം ഞാനൊരു മുതുമുത്തശ്ശിയാകാൻ പോവാണല്ലേ. അയ്യോ, സന്തോഷമായി, എനിക്ക് ഭയങ്കര സന്തോഷമായി. മുതുമുത്തശ്ശി എന്നല്ല, സോറി, മുത്തശ്ശിയാകാൻ പോവാണല്ലേ എന്ന്. അങ്ങനെ സന്തോഷം സഹിക്കാൻ പറ്റാതെ നമ്മുടെ അച്ഛമ്മയും എന്താ പറയാ, വായി തോന്നുന്നതൊക്കെ നമ്മുടെ രവീന്ദ്രനോട് പറയാട്ടോ. വായി തോന്നുന്നതെന്ന് പറഞ്ഞാൽ എന്തായാലും അവര് കൊള്ളാലോ, ചേട്ടന്മാരെയും ചേച്ചിമാരെയും കടത്തി വെട്ടിയിട്ട് അനിയൻ തന്നെ സ്ഥാനം പിടിച്ചു പറ്റിയല്ലോ എന്നൊക്കെ. ഇവര് ഫോണിൽ വിളിച്ചുകൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ വർഷയും ശ്രീകാന്തും കൂടെ ഇറങ്ങി വരുന്നത്. അപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, ഇതേ രണ്ടുപേരും വന്നിട്ടുണ്ട്, ഞാൻ കൊടുക്കാം, കൈയോടെ പിടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ശ്രീകാന്ത് ഫോൺ മേടിച്ചു കേട്ടോ. അപ്പോഴത്തേക്കും അച്ഛമ്മ പറഞ്ഞു, രണ്ടുപേർക്കും അച്ഛമ്മയുടെ വക ഒരു ചക്കര ഉമ്മ. രണ്ടുപേർക്ക് മാത്രമല്ല കേട്ടോ, എന്റെ പേരക്കുട്ടിക്കും ചക്കര ഉമ്മ. ഓ, എനിക്ക് സന്തോഷമായി, സന്തോഷം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എന്നും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ദൈവം പ്രാർത്ഥന കേട്ടത് തന്നെയാ. എന്റെ രവീന്ദ്രന് ഒരു പേരക്കുട്ടി വേണമായിരുന്നു. ഇനി ഏതായാലും നിങ്ങൾക്ക് കിട്ടിയ ഭാഗ്യം എല്ലാവർക്കും കൂടെ കിട്ടട്ടെ. സുധിക്കും സച്ചിക്കും ഒക്കെ അടുത്ത് തന്നെ അവരും അച്ഛമ്മേനെ സന്തോഷ വാർത്ത അറിയിക്കുന്ന എന്റെ മനസ്സ് പറയുന്നുണ്ട്. ഇവിടെ ഉള്ളവരെല്ലാരും നല്ല സന്തോഷത്തെ തന്നെ അച്ഛമ്മേ. വീടാകെ പെട്ടെന്ന് ചേഞ്ച് ആയ പോലെ തോന്നുക. തോന്നും. ഇനി ചേഞ്ച് ആകാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ. പുതിയൊരാൾ വരാൻ പോവല്ലേ. ആ കുഞ്ഞിനെ സ്വീകരിക്കാന് വീടും വീട്ടുകാരും ഇനി ഒരുങ്ങണം. ഇനി അങ്ങോട്ട് അങ്ങനെ ആയിരിക്കണം. അപ്പൊ നമ്മുടെ അച്ഛമ്മ ചോദിച്ചു, അല്ല വർഷ എന്താ ഒന്നും മിണ്ടാത്തത്? അല്ല, അവൾ ഇവിടെ എല്ലാം കേട്ടോണ്ടിരിക്കുക. അപ്പൊ നമ്മുടെ വർഷ പറഞ്ഞു, അച്ഛമ്മേ, ഞാനിവിടെ ഉണ്ട്. ഏതായാലും ഞാനേ ഉടനെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം. അപ്പൊ പെട്ടെന്ന് സച്ചി ഫോൺ മേടിച്ചിട്ട്, അപ്പൊ ഞങ്ങളെ കാണണ്ടേ? നിന്നെ കാണണോടാ സച്ചി. നിന്റെ ചെവിക്ക് പിടിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ടേക്ക് വരുന്നത്. എന്റെ ചെവിക്ക് പിടിക്കാനോ? എന്തിന്? അതെന്തിനാണെന്ന് ഞാൻ അവിടെ വന്നിട്ട് പറയാം. ചെവിക്ക് പിടിക്കും ഞാന് എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി, ചെവിക്ക് പിടിക്കാനോ? എന്തിന്? അപ്പൊ നമ്മുടെ ചന്ദ്ര പറഞ്ഞു, അതെ, എല്ലാവരോടും ആയിട്ട് പറയുക, നാളെ അമ്മ വരുമ്പം ഇവിടെ നടന്നതൊന്നും അമ്മയോട് പറയരുത്. അപ്പൊ രവീന്ദ്രൻ ചോദിച്ചു, ഇത് എത്ര നാള് മൂടി വെക്കാനാ? ഇത്രയും നാൾ അമ്മയോടൊന്നും മറച്ചു വെച്ചിട്ടില്ലല്ലോ. ഇത് പറയാത്തതിന്റെ വിഷമം എനിക്ക് ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും, നിങ്ങളങ്ങാണോ അമ്മയോട് പറഞ്ഞാലേ ആ നിമിഷം ഞാൻ ഇവിടെ ഇറങ്ങും, പിന്നെ നിങ്ങൾ എന്നെ കാണത്ത പോലുമില്ല. എന്തുവാ ചന്ദ്ര വെറുതെ ഓരോന്ന് പറഞ്ഞ് ഇവിടുത്തെ സന്തോഷം നീ കെടുത്താതെ. വീട്ടിലെ സന്തോഷം കെടാതിരിക്കാനേ അമ്മയോട് പറയണ്ടെന്ന് പറഞ്ഞത്. പറയണ്ടെന്ന് പറഞ്ഞാൽ പറയണ്ട. അപ്പൊ നമ്മുടെ ശ്രുതി പറഞ്ഞു, അല്ല, ശ്രുതി ഇവിടെ കാണാതെ ആകുമ്പോഴത്തേക്കും അവൾ എവിടെ പോയെന്ന് അച്ഛമ്മ ചോദിക്കത്തില്ലേ? ബാംഗ്ലൂരിലെ ഒരു വിവാഹത്തിന് മേക്കപ്പ് ചെയ്യാൻ പോയതാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ നിന്ന് എണീറ്റ് പോയിട്ടോ.
അങ്ങനെ അവർ തീരുമാനിക്കുകയാണ്, എല്ലാവരും കൂടെ ചേർന്ന് തീരുമാനിക്കുകയാണ് അന്ന് അച്ഛൻ അറിയേണ്ട നമ്മുടെ ശ്രുതിയുടെ വിവരം. അപ്പൊ ഈ ഒരു സീൻ കാണിച്ച് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് വരാം. ബൈ ബൈ.